മന്ത്രിമാര് എന്നാ വന്നത്? ഇന്നാണ് വന്നത്. ഈ 10 ദിവസം മുന്നേ മന്ത്രിമാരെ എവിടെയായിരുന്നു? ഈ 10 ദിവസം മുൻപ് കേരളത്തിലെ മന്ത്രിമാരെ എവിടെയായിരുന്നു? ഈ 2 മന്ത്രിമാരും ഒന്നാമത്തേന് ഒന്നിനും കൊള്ളില്ലാത്ത റിയാസിക്ക അവിടെ വന്നിട്ട് വെറുതെ മാധ്യമങ്ങളെ കാണുകയാണ്. ഇതിനെതിരെ സമ്മതം ചെലുത്തണമൊന്നുമില്ല. ശശീന്ദ്രൻ സാറ് ഒരു കാര്യമില്ല. അവിടെ വന്നിട്ട് മാധ്യമങ്ങളാണ് വെറുതെ പോവുകയാണ്. സുഹൈലാണ്. കഴിഞ്ഞ 13 ദിവസമായിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ജീവന് വേണ്ടി കേരളം യാചിക്കുകയാണ്, നല്ല മനസ്സുകൾ യാചിക്കുകയാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തിന്റെ ജീവനോ അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനമോ കണ്ടെത്താൻ പറ്റാത്ത വളരെ സങ്കടമായ ഒരവസ്ഥ. അപ്പോഴാണ് ചാലക്കുടിക്കാരൻ രേവത് എന്ന് പറയുന്ന ഒരു സഹോദരനെ പറ്റി ഞാൻ പറയുന്നത്. ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്ത, ഒരു മാധ്യമങ്ങൾക്കും അദ്ദേഹത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ ചില സാധാരണക്കാരനാണല്ലോ, സാധാരണക്കാരനും ഓട്ടോക്കാരന്റെയും പ്രവർത്തനത്തെ അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഈ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിലും മനസ്സില്ല. സാധാരണക്കാരൻ അവിടെ പോയി 13 ദിവസമായിട്ട് അവിടെ പോയി തന്നാൽ കഴിയുന്ന രക്ഷാപ്രവർത്തനം നടത്തി കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിക്കിടക്കുന്ന ഒരു സഹോദരനുണ്ട്, രേവത് ബാബു. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ, ഈ മനുഷ്യൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അതേപോലെയുള്ള ആയിരക്കണക്കിന് സഹോദരന്മാർ, അവരാരും മീഡിയയ്ക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ നെഗറ്റീവ് കമന്റ് അടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എന്നെ കൊണ്ട് ഈ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അവതരിപ്പിക്കാനല്ലാതെ എന്നെ കൊണ്ട് പോകാൻ പറ്റിയോ? അതുപോലെ തന്നെ സ്വയം വിലയിരുത്തുക. ഈ നാട്ടിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ചാലക്കുടിയിൽ നിന്നും ആംബുലൻസിനകത്ത് അങ്ങോട്ടുള്ള യാത്രയുടെ ആംബുലൻസിൽ കയറി അന്ന് ആരെയും കടത്തി വിടാത്ത സമയത്ത് അവിടെ പോയി അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും സജീവമായിരിക്കുന്നു. നമസ്കാരം. കർണാടകയിൽ തന്നെയാണോ? അതെ അതെ. ഇപ്പൊ എത്ര ദിവസമായിട്ട് അവിടെ ഉണ്ട്? ഇപ്പൊ 12 ദിവസമായിട്ട്. ഈ വാർത്ത അറിഞ്ഞപ്പോ തൊട്ട് രേവത് കർണാടകയില് ആ മഞ്ഞും വെയിലും ഒക്കെ അതിജീവിച്ച് അവിടെ നിൽക്കുകയാണല്ലേ? എന്തോ? ഈ വാർത്ത അറിഞ്ഞ അന്ന് തൊട്ട് തന്നെ രേവത് അവിടെ ആണ്. അതെ 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 അതെ. ഇനി എന്തെങ്കിലും പ്രതീക്ഷ വെക്കുന്നുണ്ടോ? നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു തുടങ്ങി. അതെ അതെ. അങ്ങനെ പറയാൻ കാരണം ഇവിടെ കർണാടക സർക്കാർ വേണ്ടത്ര തെരച്ചില് നടക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ തെരച്ചിലല്ല, അർജുൻ ചാന്റെ ജീവനോ അർജുൻ ചാന്റെ ലോറിയോ കണ്ടെത്താനല്ല ഇവർക്ക് തിടുക്കം. ഇവർക്ക് എത്രയും പെടുന്ന പനാവേൽ കൊച്ചി ഹൈവേ കെയർ ചെയ്യാ, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുക. അതൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇവര് ആദ്യം തന്നെ ഈ ശ്രീജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട് ഈ ഹൈവേ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ വണ്ടികൾ ഇത് കൂടെ കടന്നു പോകുന്നു. ദുഃഖകരമായ വാർത്ത തന്നെയാണിത്. ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഒരുപാട് പേരുണ്ടല്ലോ അവിടെ, അവരുടെ ഇടപെടൽ എങ്ങനെയുണ്ട്? ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു കേരള റെസ്ക്യൂ ടീമിനെ വിദഗ്ധരായ കേരള റെസ്ക്യൂ ടീമിനെ ഇവിടെ നിയോഗിച്ചാൽ ഇവിടെ ഒരു രാത്രി ഒരു പകൽ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ അതിശക്തമായ ഉരുൾപൊട്ടലും പെട്ടിമുടി, അതുപോലെ കവളപ്പാറ, അതുപോലെയുള്ള സ്ഥലങ്ങളെ അതിജീവിച്ചവരാണ് നമ്മള്. വെള്ളപ്പൊക്കം, മലവെള്ളപ്പാച്ചില്, ഇതിൽ നിന്നും ഒരുപാട് നമ്മൾ അതിജീവിച്ച വ്യക്തികളാണ് നമ്മൾ. ഇപ്പോ ഷിരൂര് മണ്ണിടിച്ചിലിനേക്കാൾ വലിയ മണ്ണിടിച്ചിലാണ് തൃശ്ശൂർ കുതിരാൻ തുരങ്കത്തിൽ ഉണ്ടായിരുന്നത്. വടക്കാഞ്ചേരിയെ ഇവിടെ എന്താ പറയാ, തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ഉണ്ടായത്. അതിനായിട്ടും വലിയ മണ്ണിടിച്ചിലാണ്. അല്ല, ഈ ഒരു 7 ദിവസം 8 ദിവസമൊക്കെ കണ്ടപ്പോ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്ത വന്നപ്പോ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. അത് മാധ്യമങ്ങളാണ് നൽകുന്നത്, അല്ലാതെ അവിടെ സ്ഥിരീകരണം ഇപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ഓരോരോ സ്പോട്ടുകളാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്, അല്ലാതെ ലോറിയല്ല. ഈ 3 സ്പോട്ടില് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ലോറി ഉണ്ടെന്നാ പറയുന്നു. അപ്പൊ ഈ വാർത്ത എല്ലാം വ്യാജമായിട്ട് പുറപ്പെടുകയാണ് ഇവര് ന്യൂസ് ചാനലുകാര്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മന്ത്രിയുടെ, ഒരു MLA-യുടെ, MP-യുടെ മകനായിരുന്നെങ്കിൽ ഇവിടെ സ്ഥിതിഗതികൾ ഒന്നുമല്ലായിരുന്നു. ഇവിടെ സൈന്യം, പട്ടാളം എല്ലാം ഉണ്ട്. ഇത് വേണ്ടത്ര വിനിയോഗിക്കുന്നില്ല അവര്. അപ്പൊ നിലവിലെ നിങ്ങൾ കിടക്കുന്നതൊക്കെ എവിടെയാ? ഭക്ഷണം കഴിക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേവിക്കാര് കൊണ്ടുവരുന്ന ഫുഡാണ് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം കഴിക്കുന്നത്.
ഇവിടെ ഒരു കടയുടെ തിണ്ണയിലാണ് 11-12 ദിവസമായിട്ട് കിടന്ന് കഴിച്ചു കൂട്ടുന്നത് ഞാൻ സാർ. എന്തെങ്കിലും തരത്തിൽ രേവതിന് തിരിച്ചു വരുന്നില്ലേ ഇപ്പൊ ഇത്രയും? തിരിച്ചു വരും, എന്തായാലും ഇതിനൊരു തീരുമാനമായതിനു ശേഷം ഞാൻ തിരിച്ചു വരുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണിനടിയിൽ കിടക്കുന്ന മലയാളിയാണ് ചേട്ടായി. മലയാളിക്ക് ഇവിടെ ആരുമില്ലാത്തൊരു അവസ്ഥ വരാൻ പാടില്ല. ഒരുപാട് മാധ്യമപ്രവർത്തകരും ഒരുപാട് കേരളത്തിലുള്ള ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. പ്രബുദ്ധരായ ഇതിന് വിദഗ്ധരായവര് എത്തണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അടിയൊഴുക്കുള്ളത് കൊണ്ട് തെരച്ചിൽ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് 186 മീറ്റർ അകലെ, അതായത് 186 മീറ്റർ അകലെ കടലിലേക്കുള്ള നീർച്ചാലല്ല, അതിന് പുറമെയുള്ള 186 മീറ്റർ അകലെ വെച്ച് ഗംഗാവാലി നദിക്ക് കുറുകെ ബണ്ട് നിർമ്മിച്ച് അവിടെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലമാണ്. അവിടെ ബണ്ട് നിർമ്മിച്ച് വെള്ളം കുറേശ്ശെ വിട്ടാൽ നമുക്ക് ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതെ അതെ അതെ. ഈ മാധ്യമങ്ങളൊക്കെ രേവതിനെ പോലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, സാധാരണക്കാരനാണ്. അതുകൊണ്ടാണോ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്നും സ്വീകരിക്കാത്ത ഒരു ബൈറ്റ് അതിനകത്തൊന്നും കാണുന്നില്ല? ഞാനിവിടെ വന്നു മുതല് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു കർണാടകക്കാരുണ്ട് ഇവിടെ. അദ്ദേഹം കൂടുതലും അദ്ദേഹം മറ്റേ ഈ NH-ന്റെ വർക്ക് നടത്തുന്ന ആളാ. അദ്ദേഹം പറയുന്ന പോലെയാണ് കർണാടക സർക്കാർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ പനാവൽ കൊച്ചി ഹൈവേ നേരെ ക്ലീൻ ചെയ്തിട്ട് ഈ വഴിക്ക് അവർക്ക് വണ്ടികൾ വാഹന ഗതാഗത യോഗ്യമാക്കണം. നമ്മുടെ കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആ ആക്സിഡന്റിൽ പെട്ട വാഹനം എടുത്ത് അതിലുള്ള ആളെ സുരക്ഷിതമായി സേഫായിട്ട് എത്തിച്ചതിന് ശേഷം നമ്മൾ അവിടെ വാഹന ഗതാഗതം ആ ഹൈവേയിൽ നടക്കുള്ളൂ. ഒരേ ഓൺലൈൻ മീഡിയയില് രേവതിന്റെ ഒരു ബൈറ്റ് ഒരു മന്ത്രിയാണോ അവിടുത്തെ ഒരു നേതാവുമായിട്ട് രേവത് വിളിച്ചു വരുത്തി സംസാരിക്കുന്ന കണ്ടതാരായിരുന്നത്? അത് മഞ്ചേശ്വരം MLA മഞ്ചേശ്വരം പേരുന്നു. അല്ല, കർണാടകയുടെ വേറെന്തോ ഒരു നേതാവ്, ഒരു മുസ്ലിം മത നേതാവോ ആരോ ഒരാള്. അതെ അതെ അതെ, അത് ഹജ്ജ് കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ തങ്ങളായിരുന്നു. അദ്ദേഹം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരു പ്രതീക്ഷ കേരളം വെക്കണ്ട? കേരളം വെക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള കേരള റെസ്ക്യൂ ടീമിനെ ഇറക്കണം. അത് ഈ മന്ത്രിമാരൊക്കെ അവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അവരെന്താ അതിനൊരു ഊർജ്ജത്വം കാണിക്കാത്ത? മന്ത്രിമാര് എന്നാ വന്നത്? ഇന്നാണ് വന്നത്. ഈ 10 ദിവസം മുന്നേ മന്ത്രിമാരെ എവിടെയായിരുന്നു? ഈ 10 ദിവസം മുൻപ് കേരളത്തിലെ മന്ത്രിമാരെ എവിടെയായിരുന്നു? ഈ 2 മന്ത്രിമാരും. ഒന്നാമത്തേത് ഒന്നിനും കൊള്ളില്ലാത്ത റിയാസിക്ക അവിടെ വന്നിട്ട് വെറുതെ മാധ്യമങ്ങളെ കാണുകയാണ്. ഇതിനെതിരെ സമ്മതം ചെലുത്തണമൊന്നുമില്ല. ശശീന്ദ്രൻ സാറ് ഒരു കാര്യമില്ല. അവിടെ വന്നിട്ട് മാധ്യമങ്ങളാണ് വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. ഇവരാരും വന്നിട്ടൊന്നും കാര്യമില്ല. റെസ്ക്യൂ ടീമിനെ കേരളത്തിൽ ഈ പ്രളയത്തേക്ക് അതിജീവിച്ച ഒരു മുങ്ങൽ വിദഗ്ധരെയും കൊണ്ടുവന്നാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആവും. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് അത് പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ രക്ഷാദൗത്യം വഴി തിരിച്ചു വിട്ടത് അർജുൻ ചേട്ടന്റെ ലോറി ഉടമ മനാഫും രഞ്ജിത്ത് നമ്മുടെ ഇസ്രായേലും കൂടിയിട്ട ഇവര് തന്നെ സ്വയം ഏറ്റെടുക്കാണ്. ഞാൻ ഈ ദൗത്യം ചെയ്യാം, ഇത്രയും ദൗത്യങ്ങൾ ഞങ്ങൾ ചെയ്തതാണെന്ന് അതിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇവര് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ അവിടുത്തെ സ്ഥലസ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കിയപ്പോ ഇവിടുത്തെ ഡിവൈഡർ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, രഞ്ജിത്തേട്ടാ ലോറി കരയിലില്ല, നമുക്ക് വെള്ളത്തിന്റെ അടുത്തുള്ള രൂപപ്പെട്ട തുരുത്തിലോ നമുക്ക് നമ്മുടെ അവിടെ തെരച്ചിൽ നടത്താമെന്ന് പറഞ്ഞപ്പോ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, രേവതി നീ ഇവിടെ വന്നിട്ട് മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് നീ സംസാരിക്കണ്ട, ഇതിനെല്ലാം ഉത്തര കർണാടക സർക്കാർ ഗവർണറ് എനിക്കാണ് നേതൃത്വം നൽകുന്നത്, അതുകൊണ്ട് നീ ഇവിടെ വന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി.